ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇസ്രായേൽ സർക്കാർ രൂപപ്പെടുത്തിയ 3 യുദ്ധലക്ഷ്യങ്ങളുണ്ട്. ഹമാസിനെ നശിപ്പിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, ഗാസ ഇനി ഇസ്രായേലിന് ഭീഷണിയല്ലെന്ന് ഉറപ്പാക്കുക. ഈ ലക്ഷ്യങ്ങളിൽ ഓരോന്നും ഒരു പരിധിവരെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടില്ല. യുദ്ധം ആരംഭിച്ച ഒരു വർഷത്തിനിടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഹമാസിന്റെ 11 ഉന്നത നേതാക്കളെയാണ്. ഫെബ്രുവരി 27 അവസാനമായി ബന്ദികളെ വിട്ടയച്ചതിന് ശേഷം ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി IDF ഹമാസിനെതിരെയുള്ള യുദ്ധം നിർത്തിവെക്കുകയും ഗാസയുടെ പല ഭാഗങ്ങളിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തു. എന്നാൽ ഹമാസ് ചെയ്തത് മറ്റൊന്നായിരുന്നു. കരാർ പ്രകാരം ബാക്കിയുള്ള 59 ബന്ദികളെ വിട്ടയക്കില്ലെന്ന് അറിയിച്ചു. ഹമാസുമായുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിച്ചെങ്കിലും ഫലം നിരാശയായിരുന്നു. കരാർ പ്രകാരമുള്ള ഇസ്രായേലിന്റെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ അവർ തയ്യാറായിരുന്നില്ല. ഇതോടെ മറ്റു മാർഗങ്ങളെല്ലാം അടഞ്ഞതോടെ ഇസ്രായേൽ വെടിനിർത്തൽ പുനരാരംഭിച്ചു. ഇതായിരുന്നു ഹമാസിന് ആവശ്യവും. സാധാരണ സിവിലിയൻസിനിടയിൽ ഒളിഞ്ഞിരിക്കുക, അവരെ മറയാക്കി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക, ലോകദൃഷ്ടിയിൽ ഇസ്രായേൽ പാലസ്തീനെ ആക്രമിക്കുന്നുവെന്ന് വരുത്തി തീർക്കുക, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന വ്യാജേന തീവ്രവാദം അഴിച്ചുവിടുക. എന്നാൽ എല്ലാ തവണയും പോലെ ഇത്തവണ അതത്ര ഒത്തില്ല. ഹമാസാണ് തങ്ങളുടെ യഥാർത്ഥ ശത്രുവെന്ന് പാലസ്തീൻ ജനത മനസ്സിലാക്കി കഴിഞ്ഞു. ഇസ്രായേൽ മുന്നോട്ട് വെച്ചതുപോലെ പാലസ്തീൻ ജനതയും ഇപ്പോൾ 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹമാസ് പുറത്തു പോവുക, ഇസ്രായേലിനെതിരായ യുദ്ധം ഹമാസ് അവസാനിപ്പിക്കുക, ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക. ഇതിനെല്ലാം പ്രതിവിധി ഹമാസ് പുറത്തു പോവുകയാണെന്ന് മനസ്സിലാക്കിയാണ് ഒടുവിൽ സംഘടിതമായി ഹമാസിനെതിരെ പാലസ്തീൻ ജനത മുന്നോട്ടെത്തിയിരിക്കുന്നത്. പാലസ്തീൻ ജനത തെറ്റ് തിരിച്ചറിഞ്ഞിട്ടും കേരളത്തിലുള്ള ഹമാസ് അനുകൂലികൾക്ക് ബോധോദയം ഉണ്ടായിട്ടില്ല. ഹമാസിന്റെ പേരിൽ വിറകടുപ്പ് കൂട്ടുന്നവർ പാമ്പിനെ പാലൂട്ടുന്നവരെ പോലെയാണ്. ക്രൈസ്തവരെയും യഹൂദരെയും ഉന്മൂലനം ചെയ്യുകയാണ് ഇവരുടെ ഏക ലക്ഷ്യം. അന്ത്യചർച്ചകളിൽ തീവ്രവാദത്തെ വെള്ളപൂശുന്നവർ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സൃഷ്ടി തന്നെയാണ്. ഇവരെ ന്യായീകരിച്ച് വോട്ട് തേടുന്ന നേതാക്കളെയും കുറ്റം പറയാനാവില്ല. ഇനിയും അധികാരത്തിൽ തിരിച്ചെത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഗാസയിൽ ജനങ്ങൾ യുദ്ധത്തിൽ പൊറുതിമുട്ടിയിട്ടും ഹമാസ് തിരിഞ്ഞു നോക്കിയില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവർക്കായി എത്തിയ മുഴുവൻ ഭക്ഷണവും മരുന്നുകളും ഹമാസ് മോഷ്ടിക്കുകയും ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഉന്നത തലവനെയടക്കം ഇസ്രായേൽ വധിച്ചത് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. അതായത് സാധാരണക്കാർ അടിസ്ഥാന ആവശ്യത്തിനായി ആശ്രയിക്കുന്ന ആശുപത്രികളും മറ്റും മറയാക്കി ഇസ്രായേൽ ഇവിടെ ആക്രമിക്കില്ലെന്ന ഉറപ്പോടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. സ്കൂളുകൾ, ക്ഷേമ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിക്കുന്നു. ഹമാസ് തീവ്രവാദികളാണ്. ഹമാസ് ഔട്ട് എന്ന മുദ്രാവാക്യവുമായി ആയിരങ്ങളാണ് സംഘടിതമായി മുന്നോട്ട് വന്നത്. പുറത്തു വരുന്ന വീഡിയോകളിലെല്ലാം പാലസ്തീനു വേണ്ടി വാദിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അൽ ജസീറ എവിടെ പോയെന്ന് ജനങ്ങൾ ആക്രോശിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ മാധ്യമങ്ങൾ ഒന്നുമില്ലേ? ഹമാസ് ആണ് യഥാർത്ഥ ശത്രു, അവർ തീവ്രവാദികളാണ് എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളാണ് പാലസ്തീൻകാർ ഉയർത്തുന്നത്. ഹമാസിനെതിരെ പറഞ്ഞാൽ നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കിയിട്ടും വരും തലമുറയെങ്കിലും ഇവരിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന പ്രതീക്ഷയിലാണ് ഹമാസ് ഭീകരർ കൊല്ലുമെന്നുറപ്പായിട്ടും പ്രതിഷേധങ്ങളുമായി ജനം തെരുവിലിറങ്ങിയത്. തങ്ങളുടെ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇസ്രായേലിനി അടങ്ങിയിരിക്കുവാൻ സാധിക്കില്ല. ഈ സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ ഹമാസിനെതിരെ വീണ്ടും യുദ്ധത്തിലേക്ക് മടങ്ങുന്നത്. എന്നിരുന്നാലും ഇസ്രായേലിലും ലോകമെമ്പാടുമുള്ളവർ ഇത്തവണ പോരാട്ടം വ്യത്യസ്തമാകുമോ എന്നാണ് ചിന്തിക്കുന്നത്. യുദ്ധത്തിലേക്ക് മടങ്ങുവാൻ സഹായിക്കുന്ന തന്ത്രപരമായ അന്തരീക്ഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അനുകൂലമായ രീതിയിൽ വീണ്ടും ഉടലെടുത്തിരുന്നു. ഹമാസിന്റെ അന്തിമ പരാജയത്തിന് കാരണമാകുന്ന 2 പ്രധാന നേതൃമാറ്റങ്ങളാണ് വൈറ്റ് ഹൌസിലും ടെൽ-അവീവിലെ ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനത്തും നടന്നിരിക്കുന്നത്. ഗാസയെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ നിലപാടിൽ ട്രംപ് ഭരണകൂടത്തിന്റെ സ്വാധീനം ശക്തമാണ്. 2023 ഒക്ടോബറിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം വാക്കിലും പ്രവൃത്തിയിലും ഇസ്രായേലിന് അമേരിക്കയുടെ ശക്തമായ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഗാസയിൽ ശക്തവും ഫലപ്രദവുമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ വൈറ്റ് ഹൌസ് ഇസ്രായേലിനെ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നയതന്ത്ര പിന്തുണ നൽകി. നിർണായകമായ ഘട്ടങ്ങളിൽ ആവശ്യമായ ഉപകരണങ്ങൾ നൽകി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ സംഘവുമായി ഇസ്രായേൽ സർക്കാർ പൂർണ്ണമായും യോജിക്കുന്നു.
ഹമാസിനെ എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ ഇരുവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. രണ്ടാമതായി, ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് IDF ചീഫ് ഓഫ് സ്റ്റാഫിൽ വന്ന മാറ്റങ്ങൾ മുമ്പത്തേക്കാളും മികച്ചതും ശക്തവും മൂർച്ചയേറിയതുമായ പോരാട്ടത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള തന്ത്രപരമായ അവസരം സൃഷ്ടിച്ചിരിക്കുന്നു. ഗാസയിൽ എങ്ങനെ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വവുമായി മുൻ IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവിക്ക് നേരിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാനുഷിക സഹായം, ഇസ്രായേലി സൈനിക ഭരണത്തിന്റെ സാധ്യത, റഫ ക്രോസിംഗിന്റെ പ്രവർത്തനം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ വലുതും ആഴമേറിയതുമായിരുന്നു. മാർച്ച് ആദ്യം ഹലേവി തന്റെ കാലാവധി പൂർത്തിയാക്കി. അദ്ദേഹത്തിന് ശേഷം ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സാമിർ അധികാരമേറ്റു. എല്ലാ കണക്കുകളും അനുസരിച്ച് ഹലേവിയുടെ സൈനിക തന്ത്രപരമായ തത്വചിന്തയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു യുദ്ധപദ്ധതി ആവിഷ്കരിച്ചതിലൂടെ സാമിർ ഇതിനകം തന്നെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. സദേൺ കമാൻഡിന്റെ പുതിയ തലവൻ ഉൾപ്പെടെയുള്ള സൈനിക നേതൃത്വത്തിലെ മറ്റ് മുതിർന്ന നിയമനങ്ങളും സമാനമായി പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവസാനം യോവ് ഗാലന്റിന് പകരക്കാരനായി ഇസ്രായേൽ കാറ്റ്സ് പ്രതിരോധ മന്ത്രിയായി വന്നത് ഇതേ രീതിയിൽ നോക്കിക്കാണേണ്ടതാണ്. ഇതോടെ ഹമാസിനെ പരാജയപ്പെടുത്തുവാൻ ആവശ്യമായ തന്ത്രപരമായ സാഹചര്യങ്ങളെല്ലാം ഇസ്രായേലിന് അനുകൂലമായി കഴിഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഇത്തവണ ഇസ്രായേൽ വിജയിക്കുമെന്ന് പറയുവാൻ സാധിക്കും. ഇത്തവണ യുദ്ധം വ്യത്യസ്തമായിരിക്കും. ഗാസയുടെ പൂർണ്ണമായ കീഴടക്കലും പ്രദേശത്തിന്റെ ഫലപ്രദമായ സൈനിക നിയന്ത്രണവും ഹമാസിന് മാനുഷിക സഹായം ലഭിക്കുന്നത് തടയലും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. സമീപ ആഴ്ചകളിൽ US വിതരണം ചെയ്ത ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, ഉപകരണങ്ങൾ എന്നിവയിലൂടെ പാലസ്തീൻ ഭീകര സംഘടനകൾക്കെതിരെ സമാനതകളില്ലാത്ത ആക്രമണമാണ് ഉടലെടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയും അസദ് ഭരണകൂടവും പരാജയപ്പെട്ടതും യുദ്ധത്തിലേക്കുള്ള തിരിച്ചുവരവിനും ഇസ്രായേലിന്റെ വിജയത്തിനും വഴിയൊരുക്കുന്നുണ്ട്. ഇസ്രായേലിന് അനുകൂലമായ മറ്റൊരു ഘടകം ഭൂരിഭാഗം ബന്ദികളെ രക്ഷപ്പെടുത്തുകയോ വിട്ടയക്കുകയോ ചെയ്തു എന്നതാണ്. ഒക്ടോബർ 7 പിടികൂടിയ 251 പേരിൽ 192 പേർ ഇതിനോടകം തന്നെ മോചിതരായി. ഗാസയിലെ യുദ്ധമേഖലയിൽ ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലുകളുടെ എണ്ണം കുറവായതിനാൽ IDFന് ഇനി കൂടുതൽ സ്വതന്ത്രമായും സുഗമമായും പ്രവർത്തിക്കുവാൻ കഴിയും. ഭരണകൂടം വീഴാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ നിമിഷം അസദിന്റെ സൈനികർ ആയുധം താഴെ വെച്ചതുപോലെ ഹമാസ് ഭീകരരും അവരുടെ അനുഭാവികളും പ്രദേശത്തിന്റെ നിയന്ത്രണം വിട്ടുകൊടുത്ത് മറ്റെവിടെയെങ്കിലും താമസിക്കുവാൻ അഭ്യർത്ഥിക്കുവാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ, ഗാസയിൽ ഇനി കാണാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവയാണ്. രാഷ്ട്രീയപരവും തന്ത്രപരവുമായ സാഹചര്യങ്ങൾ ഇസ്രായേലിന് ഹമാസിനെ പരാജയപ്പെടുത്തുവാനും മേഖലയ്ക്ക് മികച്ചതും സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു ഭാവി സൃഷ്ടിക്കുവാൻ അനുവദിക്കുന്നതുമാണ്. ഇത് നീണ്ടൊരു കാലഘട്ടമായിരുന്നിട്ട് പോലും യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ ഇനിയും സമയവും അനുകൂലമായ സാഹചര്യവുമുണ്ട്. ജൂതന്മാർ പറയുന്നത് പോലെ ഇസ്രായേൽ ജനത ദൈർഘ്യമേറിയ പാതയെ ഭയപ്പെടുന്നില്ല. ദൈവത്തിന്റെ സഹായത്തോടെ തീവ്രവാദികൾക്കെതിരെ വിജയം വരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുതന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ സമാധാനം ആഗ്രഹിക്കുന്ന ഓരോ ജനതയുടെയും ആവശ്യവും.